മുറ്റത്ത് നിറയെ മൂട്ടിപ്പഴം കായ്ച്ചു പഴുത്തതിൻ്റെ സന്തോഷത്തിലാണ് ഇഞ്ചത്തൊട്ടി സ്വദേശി കാഞ്ഞിരത്തങ്ങൽ സിബി ജോർജ്. കാഴ്ചയ്ക്കേറെ ഭംഗിയുള്ളതും അതേസമയം ഏറെ സ്വാദുള്ളതുമായ മൂട്ടിപ്പഴം വനത്തിൽ മാത്രം കണ്ടുവരുന്ന ഒന്നാണ്. റിപ്പോർട്ടിലേക്ക്. കാട്ടിൽ മാത്രം കണ്ടുവരുന്ന മൂട്ടിപ്പഴം വീട്ടുമുറ്റത്ത് കായ്ച്ചുപഴുത്തു നിൽക്കുന്നതിന്റെ ആശ്ചര്യത്തിലാണ് ഇഞ്ചത്തൊട്ടി സ്വദേശി കാഞ്ഞിരത്തിങ്കൽ സിബി ജോർജും കുടുംബവും. ചുവന്ന രാശിപ്പിൽ മുത്തുകൾ പോലെ മരത്തിന്റെ തടിയിൽ ചേർന്ന് കിടന്ന് നാവിൽ വെള്ളമുറിക്കുകയാണ് മൂട്ടിപ്പഴം. മരത്തിന്റെ ചില്ലകളിൽ കായ്ക്കാതെ ചുവട് വരെ കായ്ച്ചു കിടക്കുന്നതുകൊണ്ടാകാം ഇതിനെ മൂട്ടിപ്പഴം എന്ന് വിളിക്കുന്നതെന്ന് ചിലർ പറയുന്നു. പേര് എന്തുതന്നെയായാലും രുചി അത് വാക്കുകൾക്കപ്പുറമാണ്. വനത്തിൽ നിന്നും ലഭിച്ച പഴത്തിന്റെ കുരുപാകി മുളപ്പിച്ചാണ് സിബി ജോർജ് മരം വളർത്തിയെടുത്തത്. ഇതിൽ ആൺവൃക്ഷവും പെൺവൃക്ഷവുമുണ്ട്. ആൺവൃക്ഷം പൂക്കും, പക്ഷേ പെട്ടെന്ന് പൂവ് ഉതിർന്നു പോകും. പെൺവൃക്ഷത്തിന്റെ പൂവ് കുറച്ചുകൂടി നിലനിൽക്കും. ഈ സമയം കൊണ്ട് പരാഗണം നടത്തണം. സിബി തന്നെയാണ് പൂക്കളെ തമ്മിൽ പരാഗണം നടത്തിയത്. പഴങ്ങൾ കായ്ച്ചതിന്റെ ആശ്ചര്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ മകൻ. ഈ കായുടെ പേര് മൂട്ടിപ്പഴം. ഇതിനെ മൂട്ടിപ്പഴം എന്ന് വിളിക്കാൻ കാരണം ഇത് മരത്തിന്റെ അടിഭാഗത്ത് ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഇതിന്റെ അകത്ത് ഒരു ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇത് പൂത്ത് ജൂണൊക്കെ ആകുമ്പോഴത്തേനും ഇത് പഴുക്കുന്നതാണ്. ഇത് കാട്ടിലാണ് പൊതുവെ കൂടുതലായും ഉണ്ടാകുന്നത്. ഞങ്ങൾ അവിടുന്ന് ഒരു തൈ കൊണ്ടുവന്ന് നട്ടതാണ്. മൂട്ടിപ്പഴത്തിൽ വരിക്ക, കൂഴ എന്നിങ്ങനെ രണ്ടിനമുണ്ട്. കൂഴയ്ക്കാണ് സ്വാദ് കൂടുതൽ, വരിക്കയ്ക്ക് പുളി കൂടുതലാണ്. സിബിക്ക് ലഭിച്ചത് കൂഴയാണ്. പഴത്തിന്റെ രുചിയറിയാൻ വരുന്നവരോട് സിബി ഒന്നേ പറയുന്നുള്ളൂ: കുരു നട്ട് വൃക്ഷം വളർത്തുക. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.